യെസ്, മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 41 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നലെ ഞാൻ 5 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പോർഷൻ ആവർത്തനം 8 മുതൽ 11 വരെ മർക്കോസ് 13 അധ്യായത്തിൽ നിന്നുമായിരുന്നു ചോദിച്ചിരുന്നത്. അപ്പോൾ അതിന്റെ ആൻസേഴ്സ് ഇപ്പൊ റിവീൽ ചെയ്യാണ്. ആദ്യം ചോദ്യം പറയുന്നു, അത് കഴിഞ്ഞ് ആൻസേഴ്സ് പറയുന്നു കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു: പുതിയ നിയമത്തിലെ പാഠഭാഗത്ത് 4 അക്ഷരമുള്ള ഒരു പദത്തിന്റെ അവസാനത്തെ ചില്ലക്ഷരം മാറ്റിയിട്ട് മറ്റൊരു ചില്ലക്ഷരം ചേർത്താൽ ഒരു സംഗീത ഉപകരണത്തിന്റെ പേര് ലഭിക്കും. ഏതാണ് ആ പദം? സംഗീത ഉപകരണം ഏത്? ഇതായിരുന്നു ചോദ്യം. പദം വയലിൽ. മർക്കോസ് 13:16 ഈ ഉത്തരവുള്ളത്. സംഗീത ഉപകരണം ഇൽ മാറ്റിയിട്ട് ഇൻ ചേർക്കുവാണെങ്കിൽ വയലിൻ. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: ഇസ്രായേൽ മക്കൾ യഹോവയെ എവിടെയെല്ലാം വെച്ച് കോപിപ്പിച്ചു എന്നുള്ളതായിരുന്നു. അതിന്റെ ഉത്തരം മരുഭൂമിയിൽ എന്നുള്ളതാണ്. ആവർത്തനം 9:7, അതുപോലെ ഹോരേബിൽ. ആവർത്തനം 9:8, തബേര, മസ, കിബ്രോത്ത്, ഹത്താവ. ആവർത്തനം 9:22. അപ്പോൾ ഇത്രയാണ് അതിന്റെ ഉത്തരങ്ങൾ കേട്ടോ. മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: ജലപ്രവാഹമുള്ള ഒരു ദേശം ഏത് എന്നുള്ളതായിരുന്നു. അതിന്റെ ഉത്തരം യോത്ബത്തേ എന്നുള്ളതാണ്. ആവർത്തനം 10:7 ഈ ഉത്തരം കാണാൻ പറ്റുന്നത്. ഓക്കെ. നാലാമത്തെ ചോദ്യം ഇതായിരുന്നു: ഒരു വാക്യത്തിൽ 2 ധാന്യങ്ങളുടെ പേരും ഒരു സസ്യവും ഒരു വൃക്ഷവും ഒരു ഫലവും കാണാം. അവ ഏതെല്ലാം? അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ധാന്യം ഗോതമ്പ്, യവം, സസ്യം മുന്തിരിവള്ളി, വൃക്ഷം അത്തി, ഫലം മാതള നാരകം. ഓക്കെ. ആവർത്തനം 8:8 ഈ ഉത്തരം കാണാൻ പറ്റുന്നത്. ഓക്കെ. അധികം കൺഫ്യൂഷൻസ് ഇല്ലാന്ന് കരുതുന്നു. അടുത്ത 5ാമത്തെ ചോദ്യം: നമ്മുടെ ദൈവമായ യഹോവയുടെ 5 പേരുകൾ ഏവ? ഒരു വാക്യത്തിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന്റെ ഉത്തരം: 1 ദൈവാദി ദൈവം, 2 കർത്താദി കർത്താവ്, 3 വല്ലഭൻ, 4 ഭയങ്കരൻ, 5 മഹാദൈവം. അപ്പോൾ ഈ 5 പേരുകളാണ് ഉത്തരമായിട്ടുള്ളത്. ആവർത്തനം 10:17 ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ. അപ്പോൾ ആൻസേഴ്സ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അടുത്ത പോർഷൻ പറയുന്നു. ആവർത്തനം 12 മുതൽ 15 വരെയും മർക്കോസ് എഴുതിയ സുവിശേഷം 14 അധ്യായത്തിൽ നിന്നുമായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. എല്ലാവരും വായിച്ച് തയ്യാറായിക്കോളൂ. ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ഏഞ്ചൽ സൈനിങ് ഓഫ്. ബൈ ആൻഡ് ടേക്ക് കെയർ.